ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പം നമുക്കിന്ന് വീഡിയോയിലേക്ക്, അതായത് ഇന്നലെ പഠിച്ചതിൻ്റെ ബാക്കി നമ്മളിന്ന് പഠിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ ഹിസ്റ്ററി പോർഷനാണ് എടുത്തത്. എല്ലാവരോടും ഒന്നുകൂടെ ഞാൻ പറയാം, അതായത് ആരെങ്കിലും ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം നമ്മുടെ ലക്ഷ്യയുടെ ക്ലാസ് ടെസ്റ്റാണ് നമ്മൾ എടുക്കുന്നത്. അതിലെ ഹിസ്റ്ററി പോർഷനാണ് നമ്മളിന്ന് തുടങ്ങുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ചെറിയൊരു ഭാഗം എടുത്തതേ ഉള്ളൂ, വലിയതായിട്ടൊന്നും എടുത്തിട്ടില്ലായിരുന്നു. അതായത് 6ാം ക്ലാസ്സിലെ 9ാമത്തെ ചാപ്റ്ററായ മധ്യകാല കേരളത്തിൽ നിന്നാണ് നമ്മൾ ആ ഒരു ചാപ്റ്റർ എടുത്തത്. അതിലെ ഒരു കുറച്ച് പോർഷനേ എടുത്തുള്ളൂ. അപ്പോൾ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അല്ലെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റിൽ ചെക്ക് ചെയ്താലും മതി. SCRT എന്ന പേരിൽ, SCRT ഹിസ്റ്ററി എന്ന പേരിൽ ഞാനത് ഇട്ടേക്കാം കേട്ടോ. അപ്പം കാണാത്തവരുണ്ടെങ്കിൽ അവിടെ നിന്ന് തുടക്കം മുതലുള്ള വീഡിയോസ് കാണുക. അതായത് കഴിഞ്ഞ ദിവസം ഫസ്റ്റ് തുടങ്ങിയതേ ഉള്ളൂ. അപ്പം മേ ബി ഇനി അങ്ങോട്ട് വരുന്നവർക്കാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് കൂടുതൽ സംസാരിച്ച് സമയം കളയേണ്ട, അടുത്ത ഭാഗത്തിലേക്ക് പോകും. അപ്പോൾ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ച കാര്യങ്ങൾ എല്ലാവരും പഠിച്ചെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഡൗട്ടൊന്നും ഇല്ലല്ലോ അല്ലേ? നമ്മൾ ചെപ്പേടുകൾ എന്താണെന്ന് പഠിച്ചു, പെരുമാൾ വാഴ്ചക്കാലം പഠിച്ചു, പെരുമാൾ കാലത്തെ നാടുകളെക്കുറിച്ച് പഠിച്ചു. അപ്പോൾ ഇന്നെടുക്കാൻ പോകുന്നത് നാടുവാഴി സ്വരൂപങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ എല്ലാവരും റെഡിയാണല്ലേ? ചായക്ക് കുടിച്ച് റെഡിയായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പം നാടുവാഴി സ്വരൂപങ്ങൾ. ചേരമാൻ പെരുമാക്കന്മാരുടെ ശക്തി കേന്ദ്രങ്ങളായിരുന്നു നാടുകൾ എന്ന് പറയുന്നത്. ജസ്റ്റ് പേജ് നമ്പർ 397 കേട്ടോ. ഞാനത് ഓർത്തില്ല, 397 കേട്ടോ പേജ് നമ്പർ. ടെസ്റ്റ് ഉള്ളവർ എടുക്കുക, അല്ലാത്തവർ കേട്ടോണ്ടിരുന്നാലും മതി. ഓക്കെ, അപ്പം നാടുവാഴി സ്വരൂപങ്ങൾ ചേരമാൻ പെരുമാക്കന്മാരുടെ ശക്തി കേന്ദ്രങ്ങളായിരുന്നു നാടുകൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് നാടുകൾ എന്ന് പറഞ്ഞാൽ ചേരമാൻ പെരുമാക്കന്മാരുടെ ശക്തി കേന്ദ്രങ്ങളായിരുന്നു. ചേരമാൻ പെരുമാക്കന്മാരുടെ ശക്തി കേന്ദ്രമായിരുന്നു നാടുകൾ എന്ന് പറയുന്നത്. 12ാം നൂറ്റാണ്ടോടുകൂടി പെരുമാൾ ഭരണം അവസാനിച്ചു. അതോടെ അവരുടെ കീഴിൽ ഭരണം നടത്തിയിരുന്ന നാടുവാഴികൾ അതാത് നാടുകളിൽ സ്വന്തം നിലയ്ക്ക് ഭരണം ആരംഭിച്ചു. അപ്പോൾ 12ാം നൂറ്റാണ്ടോടുകൂടി തന്നെ പെരുമാൾ ഭരണം അവസാനിക്കുകയും ചെയ്തു കേട്ടോ. പിന്നെ അതോടെ അവരുടെ കീഴിൽ ഭരണം നടത്തിയിരുന്ന ഈ നാടുവാഴികൾ അതാത് നാടുകളിൽ തന്നെ സ്വന്തം നിലയ്ക്ക് ഭരണം, അതായത് സ്വന്തമായിട്ട് തന്നെ ഒരു ഭരണം ആരംഭിക്കാൻ തുടങ്ങി. നിരവധി ഗ്രാമങ്ങൾ കൂടിച്ചേർന്നതായിരുന്നു ഓരോ നാടും. പരമ്പരാഗതമായി ഭരണം നടത്തിയിരുന്ന കുടുംബത്തിൽ നിന്നുള്ള നാടുവാഴികളായിരുന്നു പല നാടുകളുടെ ഉടമ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ചേരമാൻ പെരുമാക്കന്മാരുടെ ശക്തി കേന്ദ്രമായിരുന്നു നാടുകൾ. 12ാം നൂറ്റാണ്ടോടുകൂടി ഈ ഒരു പെരുമാൾ ഭരണം അവസാനിച്ചപ്പോൾ അതാത് ഭരിച്ചിരുന്ന നാടുവാഴികൾ എന്ത് ചെയ്തു അതാത് നാടുകളിൽ തന്നെ സ്വന്തം നിലയ്ക്ക് ഭരണം നടത്താൻ തുടങ്ങി. അങ്ങനെ നിരവധി ഗ്രാമങ്ങൾ ചേർന്നായിരുന്നു ഇവരുടെ ഓരോ ഗ്രാമവും കേട്ടോ. അതിൽ കുടുംബത്തിൽ നിന്നുള്ള നാട്, അതായത് പരമ്പരാഗതമായി ഭരണം നടത്തിയിരുന്ന കുടുംബത്തിൽ നിന്നുള്ള ആൾക്കാരായിരുന്നു നാടുവാഴികളായിരുന്നു കേട്ടോ, ഈ നാടുകളുടെ ഉടമ എന്ന് പറയുന്നത്. ഇനി നാടുവാഴിക്ക് കീഴിലുള്ള പ്രദേശങ്ങൾ അറിയപ്പെട്ടിരുന്നതാണ് സ്വരൂപങ്ങൾ എന്ന് പറയുന്നത്. ഈ നാടുവാഴിക്ക് കീഴിലുള്ള പ്രദേശങ്ങൾ അറിയപ്പെട്ടിരുന്നതാണ് സ്വരൂപങ്ങൾ എന്ന് പറയുന്നത്. നാടുവാഴികളുടെ കുടുംബം അറിയപ്പെട്ടിരുന്നതാണ് സ്വരൂപം. ഓക്കെ അല്ലേ? അപ്പോൾ സ്വരൂപങ്ങൾ എന്താണെന്നും സ്വരൂപം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായാലും. നാടുവാഴിക്ക് കീഴിലുള്ള പ്രദേശങ്ങൾ അറിയപ്പെട്ടിരുന്നത് സ്വരൂപങ്ങളും, ഇനി നാടുവാഴികളുടെ കുടുംബം അറിയപ്പെട്ടിരുന്നത് സ്വരൂപം എന്ന പേരിലാണ്. നമ്മൾ കേട്ടിട്ടില്ലേ തൃപ്പാപ്പൂർ സ്വരൂപം എന്നൊക്കെ? തൃപ്പാപ്പൂർ സ്വരൂപം അറിയാലോ, നമ്മളെ തിരുവിതാംകൂർ പ്രദേശത്തെയാണ് പറയുന്നത്. കുടുംബത്തിലെ മൂത്ത അംഗമാണ് അധികാരം കൈയാളിയിരുന്നത്. നാടുകൾ തമ്മിൽ സമ്പത്തിലും സൈനിക ശക്തിയിലും വ്യത്യാസങ്ങളുണ്ടായിരുന്നു. ആധിപത്യത്തിനു വേണ്ടി നാടുവാഴികൾ പരസ്പരം പോരടിച്ചു. അപ്പോൾ നാടുകൾ തമ്മിൽ സമ്പത്തിലും സൈനിക ശക്തിയിലും വ്യത്യാസങ്ങളുണ്ടായിരുന്നു. ഇവരെന്തിനാണ് പോരടിച്ചത്? ഒരു അധികാരത്തിന് വേണ്ടിയിട്ടായിരുന്നു ഇവരെല്ലാം പോരടിച്ചിരുന്നത്. കേരളത്തിൻ്റെ വടക്കേ ഭാഗത്ത് കോലത്ത് നാടും തെക്കേ ഭാഗത്ത് വേണാടുമെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിരുന്നതാണല്ലോ. അതായത് വടക്കേ ഭാഗത്ത് കോലത്ത് നാടും തെക്കേ ഭാഗത്ത് വേണാടുമായിരുന്നു. ഓക്കെ, കുരുമുളകിൻ്റെ സമൃദ്ധിയിൽ സമ്പന്നമായ നാടായിരുന്നു വയനാടിൻ്റെ ഭാഗങ്ങൾ കൂടി ചേർന്ന് പുറക്കിഴനാട്. പുറക്കിഴനാട് എന്ന് പറയുമ്പോൾ വയനാടിൻ്റെ ഭാഗമാണ്. അവിടെ കുരുമുളകിനാണ് ഏറ്റവും കൂടുതൽ സമ്പന്നമായിരുന്നു കേട്ടോ. കുരുമുളക് കൊണ്ട് സമ്പന്നമായിരുന്ന ഒരു നാടായിരുന്നു. അതുപോലെ വയനാടിൻ്റെ ഒരു ഭാഗമായിരുന്നു. ആ നാടിൻ്റെ പേരാണ് പുറക്കിഴനാട്. പുറക്കിഴനാട്. ഓക്കെ, മറക്കരുത് കേട്ടോ. വാണിജ്യ കേന്ദ്രമായ പന്തലായനി ഉൾപ്പെട്ട നാട് അറിയപ്പെട്ടിരുന്നതാണ് കുറുമ്പ്രനാട് എന്ന് പറയുന്നത്. അപ്പോൾ പന്തലായനി എന്ന് പറയുന്നത് ഒരു വാണിജ്യ പ്രദേശമാണ്, ഒരു വാണിജ്യ കേന്ദ്രമാണ്. ഈ വാണിജ്യ കേന്ദ്രമായ പന്തലായനി ഉൾപ്പെട്ട അറിയപ്പെടുന്നതാണ് കുറുമ്പ്രനാട് എന്ന് പറയുന്നത് കേട്ടോ. കുറുമ്പ്രനാട്. ഓക്കെ, ഇനി ചേരമാൻ പെരുമാക്കന്മാരുടെ, അതായത് ചേര രാജ്യം ശക്തി കേന്ദ്രങ്ങളായ ചില നാടുകളായിരുന്നു ഏറനാട്, വള്ളുവനാട്,
വെമ്പൊലി നാട്. അപ്പോൾ ഈ ഒരു പേര് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഏത് സാഹചര്യമാണെന്നുള്ളത് നമുക്ക് ഒരു സെക്ഷൻ വരുമ്പോൾ ഞാൻ പറയും കേട്ടോ. അപ്പോൾ ഇത് പേരുകൾ ഓർക്കുക. ഏറനാട്, വള്ളുവനാട്, അതുപോലെ വെമ്പൊലി നാട്. ഇതെന്തുമായിരുന്നു? ചേരമാൻ പെരുമാക്കന്മാരുടെ ശക്തി കേന്ദ്രങ്ങളായ ചില പ്രദേശങ്ങളായിരുന്നു. പെരുമാൾ ഭരണകാലത്ത് രാജാവും നാടുവാഴിയും തമ്മിൽ നിലനിന്നിരുന്നത് ആചാരത്തിലും പാരമ്പര്യത്തിലും അധിഷ്ഠിതമായ ഒരു അധികാര ഘടനയായിരുന്നു കേട്ടോ. ഇനി പ്രധാന സ്വരൂപങ്ങളാണ്. വേണാടിനെ നമ്മൾ തൃപ്പാപ്പൂർ സ്വരൂപം, കൊച്ചിയെ നമ്മൾ പെരുമ്പടുപ്പ് സ്വരൂപം, കോഴിക്കോട് നെടിയിരുപ്പ് സ്വരൂപം, ചിറയ്ക്കൽ കോല സ്വരൂപം. അപ്പോൾ ഇത്രയും സ്വരൂപങ്ങൾ മനസ്സിലായല്ലോ. വേണാട് തൃപ്പാപ്പൂർ സ്വരൂപം, കൊച്ചി പെരുമ്പടപ്പ് സ്വരൂപം, കോഴിക്കോട് നെടിയിരുപ്പ് സ്വരൂപം, ചിറയ്ക്കൽ കോല സ്വരൂപം. അപ്പോൾ ഇത്രയും ഓക്കെയാണല്ലോ. ഇത്രയുമാണ് നമുക്ക് നാടുവാഴി സ്വരൂപങ്ങളെക്കുറിച്ച് പഠിക്കേണ്ടത്. അപ്പം ഞാനതൊന്നുകൂടെ വായിക്കാം, ശ്രദ്ധിച്ചോളൂ. ചേരമാൻ പെരുമാക്കന്മാരുടെ ശക്തി കേന്ദ്രങ്ങളായിരുന്നു നാടുകളെന്ന് പറയുന്നത്. 12-ാം നൂറ്റാണ്ടോടുകൂടി പെരുമാൾ ഭരണം അവസാനിച്ചു. അതോടെ അവരുടെ കീഴിൽ ഭരണം നടത്തിയിരുന്ന നാടുവാഴികൾ അതാത് നാടുകളിൽ സ്വന്തം നിലയ്ക്ക് ഭരണം ആരംഭിച്ചു. നിരവധി ഗ്രാമങ്ങൾ കൂടി ചേർന്നതായിരുന്നു ഓരോ നാടും. പരമ്പരാഗതമായി ഭരണം നടത്തിയിരുന്ന കുടുംബത്തിൽ നിന്നുള്ള നാടുവാഴികളായിരുന്നു പല നാടുകളുടെ ഉടമ. നാടുവാഴിക്ക് കീഴിലുള്ള പ്രദേശങ്ങൾ അറിയപ്പെട്ടിരുന്നത് സ്വരൂപങ്ങൾ എന്ന പേരിലാണ്. നാടുവാഴികളുടെ കുടുംബം അറിയപ്പെട്ടിരുന്നത് സ്വരൂപം എന്ന പേരിലും. ഇനി കുടുംബത്തിലെ മൂത്ത അംഗമാണ് അധികാരം കൈയാളിയിരുന്നത്. നാടുകൾ തമ്മിൽ സമ്പത്തിലും സൈനിക ശക്തിയിലും വ്യത്യാസങ്ങളും ഉണ്ടായിരുന്നു. ആധിപത്യത്തിനു വേണ്ടി നാടുവാഴികൾ പരസ്പരം പോരടിച്ചു. കേരളത്തിൻ്റെ വടക്ക് ഭാഗത്ത് കോലത്ത് നാടും തെക്ക് ഭാഗത്ത് വേണാടുമാണ് അന്ന് ഉണ്ടായിരുന്നത്. കുരുമുളകിൻ്റെ സമൃദ്ധിയിൽ സമ്പന്നമായ നാടായിരുന്നു വയനാടിൻ്റെ ഭാഗങ്ങൾ കൂടി ചേർന്ന പുറക്കിഴ നാട്. വാണിജ്യ കേന്ദ്രമായ പന്തലായനി ഉൾപ്പെട്ട നാട് അറിയപ്പെട്ടിരുന്നതാണ് കുറുമ്പ്രനാട്. ഇനി ചേരമാൻ പെരുമാക്കന്മാരുടെ ശക്തി കേന്ദ്രങ്ങളായ ചില നാടുകളായിരുന്നു ഏറനാട്, വള്ളുവനാട്, വെമ്പൊലി നാട്. പെരുമാൾ ഭരണകാലത്ത് രാജാവും നാടുവാഴിയും തമ്മിൽ നിലനിന്നിരുന്നത് ആചാരത്തിലും അതുപോലെ പാരമ്പര്യത്തിലും അധിഷ്ഠിതമായ ഒരു അധികാര ഘടനയായിരുന്നു. അടുത്ത് പ്രധാന സ്വരൂപങ്ങളാണ്. വേണാട് സ്വരൂപം നമ്മൾ പഠിച്ചു, തൃപ്പാപ്പൂർ സ്വരൂപം എന്ന് പറയുന്നു. കൊച്ചിയെ പെരുമ്പടപ്പ് സ്വരൂപം, കോഴിക്കോടിനെ നെടിയിരുപ്പ് സ്വരൂപം, ചിറയ്ക്കൽ കോല സ്വരൂപം. ഇനി നമുക്കവിടുത്തെ കച്ചവട കേന്ദ്രത്തെക്കുറിച്ച് പഠിക്കാം. പെരുമാൾ ഭരണകാലത്ത് പുറം നാടുകളിൽ നിന്നും കേരളത്തിൽ വ്യാപാര ബന്ധം ഉണ്ടായിരുന്നവർ ആരൊക്കെയായിരുന്നു? ആ പെരുമാൾ ഭരണകാലത്ത് ഈ പുറം നാടുകളിൽ നിന്ന് കേരളത്തിൽ വ്യാപാര ബന്ധം. അപ്പോൾ അത് ആരൊക്കെയെന്ന് ചോദിച്ചാൽ സിറിയൻ ക്രിസ്ത്യാനികൾ, അതുപോലെ ജൂതന്മാർ, അറബികൾ, ചൈനക്കാർ. അത് മറക്കരുത് കേട്ടോ. സിറിയൻ ക്രിസ്ത്യാനികൾ, ജൂതന്മാർ, ചൈനക്കാർ, അറബികൾ ഇവരായിരുന്നു പുറം നാടുകളിൽ നിന്ന് ഈ കേരളവുമായിട്ട് വ്യാപാര ബന്ധം ഉണ്ടായിരുന്നവർ. അതിലെ അറബികൾ നമുക്കറിയാം, ചൈനക്കാരെയും അറിയാം. ഈ സിറിയൻ ക്രിസ്ത്യാനികളും ജൂതന്മാരെ ചിലപ്പം ഓർക്കാൻ സാധ്യത കുറവായിരിക്കും. ഇനി വ്യാപാരത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയ പെരുമാക്കന്മാർ കച്ചവട സംഘങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തു. ഇനി കേരളത്തിൽ നിന്നും പുറം നാടുകളിലേക്ക് കയറ്റുമതി ചെയ്ത ഉൽപ്പന്നങ്ങളാണ് ചന്ദനം, ഏലം, മഞ്ഞൾ, ഇഞ്ചി, ഗ്രാമ്പു, കുരുമുളക്. അപ്പോൾ എന്തൊക്കെയായിരുന്നു ഈ കേരളത്തിൽ നിന്നും പുറം നാടുകളിലേക്ക് കയറ്റുമതി ചെയ്ത ഉൽപ്പന്നങ്ങൾ ചോദിച്ചാൽ ചന്ദനം, ഏലം, മഞ്ഞൾ, ഇഞ്ചി, ഗ്രാമ്പ്, കുരുമുളക് ഇതെല്ലാം കേരളത്തിൽ നിന്ന് പുറം നാടുകളിലേക്ക് കയറ്റി അയച്ച ഉൽപ്പന്നങ്ങളായിരുന്നു കേട്ടോ. ഇനി പുറം നാടുകളിൽ നിന്ന് കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്ത ഉൽപ്പന്നങ്ങളോ? നമ്മൾ പുറം നാട്ടിലേക്ക് കയറ്റുക മാത്രമല്ല ഇറക്കുമതിയും ചെയ്തു. അത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ കളിമൺ പാത്രങ്ങൾ, മീൻ വലകൾ, പട്ട് ഇതൊക്കെ കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്ത ഉൽപ്പന്നങ്ങളാണ്. ഇനി എന്താണ് 5 വണ്ണ മണിഗ്രാമം കേട്ടോ? ആ 2 വാക്ക് ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുണ്ട്. അപ്പം 5 വണ്ണ മണിഗ്രാമം എന്ന് പറയുന്നത് കച്ചവട സംഘങ്ങളാണ് കേട്ടോ. CE 9 മുതൽ 13 വരെ നൂറ്റാണ്ടുകളിൽ, ഏത് മുതലാണ്? 9 മുതൽ 13 വരെയുള്ള നൂറ്റാണ്ടുകളിൽ കേരളത്തിൽ കച്ചവടം നടത്തിയ സംഘങ്ങൾ കേരളത്തിന്റെ കടൽത്തീര പട്ടണങ്ങളായിരുന്നു. ഇവരുടെ പ്രധാന വ്യാപാര കേന്ദ്രങ്ങളായിരുന്നു ഏത്? ഈ 5 വണ്ണവും അതുപോലെ മണിഗ്രാമം എന്ന് പറയുന്നത്. അപ്പം CE 9 മുതൽ 13 വരെ നൂറ്റാണ്ടുകളിൽ കേരളത്തിൽ കച്ചവടം നടത്തിയിരുന്ന സംഘങ്ങൾ കേരളത്തിന്റെ കടൽത്തീര പട്ടണങ്ങളായിരുന്നു. ഇവരുടെ പ്രധാന വ്യാപാര കേന്ദ്രങ്ങളാണ് ഈ 5 വണ്ണവും മണിഗ്രാമം എന്ന് പറയുന്നത്. തുടക്കത്തിൽ സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറുന്ന സാധന കൈമാറ്റ വ്യവസ്ഥയാണ് നിലനിന്നിരുന്നത്. അത് നമുക്കറിയാലോ, ബാർട്ടർ സിസ്റ്റം എന്ന് പറയുന്നത് അല്ലേ? അങ്ങോട്ടിങ്ങോട്ടും നമ്മൾ സാധനങ്ങൾ അങ്ങോട്ടിങ്ങോട്ടും മാറ്റി ചെയ്യുമായിരുന്നു. അപ്പം അതാണ് തുടക്കത്തിൽ നിലനിന്നിരുന്നത്. പിന്നീട് നാണയം നൽകി സാധനങ്ങൾ വാങ്ങുന്ന നാണയ വ്യവസ്ഥയും നിലവിൽ വന്നു. അപ്പോൾ തുടക്കത്തിൽ ഒരു ബാർട്ടർ സിസ്റ്റം ആയിരുന്നെങ്കിൽ പിന്നീട് അത് നാണയങ്ങൾ കൈമാറുന്ന ഒരു നാണയ വ്യവസ്ഥയായിട്ട് മാറി.
കൃഷിയിൽ നിന്നും കച്ചവടത്തിൽ നിന്നും മറ്റ് നാടുവാഴികൾക്ക് ലഭിച്ചിരുന്ന വരുമാനത്തിൽ ഒരു ഭാഗം നാടുവാഴികൾ രാജാവിന് നൽകിയ. അപ്പോൾ ഇതുപോലെ ഒരു കൃഷിയിൽ നിന്നും അതുപോലെ മറ്റ് കച്ചവടത്തിൽ നിന്നൊക്കെ കിട്ടിയിരുന്ന ഒരു വരുമാനത്തിന്റെ 1% വരെ എന്ത് ചെയ്തു, ഈ നാടുവാഴികൾ രാജാവിന് നൽകിയിട്ടുണ്ടായിരുന്നു. മധ്യകാല കേരളത്തിൽ നിലനിന്നിരുന്ന കച്ചവട സംഘങ്ങളാണ് ഈ 5 വണ്ണവും അതുപോലെ മണിഗ്രാമം. നമ്മൾ പഠിച്ചല്ലോ 5 വണ്ണവും മണിഗ്രാമത്തെ കുറിച്ച്. ഇനി സിറിയൻ ക്രിസ്ത്യാനികളുടെ നേതൃത്വത്തിലുള്ള കച്ചവട സംഘമായിരുന്നു മണിഗ്രാമം. ഇവർ ദക്ഷിണേന്ത്യയിൽ പ്രവർത്തിച്ചു പോകുന്നു. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഈ ഒരു പുറം നാടുകളുമായിട്ട് ബന്ധമുണ്ടായിരുന്നത് സിറിയൻ ക്രിസ്ത്യാനികൾ, അതുപോലെ അറബികൾ, ചൈനക്കാര്, ജൂതന്മാരൊക്കെ ഉണ്ടായിരുന്നു. അതിലെ ഈ സിറിയൻ ക്രിസ്ത്യാനികളുടെ നേതൃത്വത്തിലുള്ള ഒരു കച്ചവട സംഘമായിരുന്നു മണിഗ്രാമം എന്ന് പറയുന്നത്. ഇവർ ദക്ഷിണേന്ത്യയിൽ പ്രവർത്തിച്ചു പോന്നു. ജൂതന്മാരുടെ നേതൃത്വത്തിലുള്ള ഒരു കച്ചവട സംഘമായിരുന്നു 5 വണ്ണ. അപ്പം ചിലപ്പം ഇതൊരു സ്റ്റേറ്റ്മെന്റ് രീതിയിൽ ചോദിച്ചാൽ ഇങ്ങനെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ജൂതന്മാരുടെ നേതൃത്വത്തിലുള്ളത് 5 വണ്ണവും സിറിയൻ ക്രിസ്ത്യാനികളുടെ നേതൃത്വത്തിലുള്ളത് മണിഗ്രാമമാണ് കേട്ടോ. അത് രണ്ടും മാറിപ്പോകരുത്. ഇത് രണ്ടും കച്ചവട സംഘങ്ങളാണ്. കേരളത്തിലെ മലഞ്ചരക്കുകളും സുഗന്ധദ്രവ്യങ്ങളും വിദേശത്തേക്ക് കയറ്റി അയച്ചിരുന്ന കച്ചവട സംഘമാണ് 5 വണ്ണം എന്ന് പറയുന്നത്. അപ്പൊ കേരളത്തിലേക്ക് മലഞ്ചരക്കുകളും അതുപോലെ സുഗന്ധദ്രവ്യങ്ങളും വിദേശത്തേക്ക് കയറ്റി അയച്ചിരുന്നത് ഈ ഒരു 5 വണ്ണം എന്ന് പറയുന്ന കച്ചവട സംഘക്കാരായിരുന്നു. അതുപോലെ തന്നെ നാട്ടിലെ സിവിൽ ഭരണത്തിന്റെ ചുമതല ലഭിച്ചിരുന്നവരും ഈ 5 വണ്ണം തന്നെയായിരുന്നു കേട്ടോ. ഇനി മതപീഡനത്തെ തുടർന്ന് സ്വന്തം നാട്ടിൽ നിന്ന് ഇവിടെ കുടിയേറി പാർത്ത് ഇവിടത്തെ സംസ്കാരവുമായി ഇഴുകിച്ചേർന്ന് കഴിഞ്ഞു പോകുന്നവരാണ് ജൂതന്മാരെന്ന് പറയുന്നത്. അപ്പൊ ജൂതന്മാർ ഏത് ലെവലിലുള്ള ആൾക്കാരാണ്? അതായത് മതപീഡനത്തെ തുടർന്ന് സ്വന്തം നാട്ടിൽ നിന്നും ഇവിടെ കുടിയേറി പാർത്തു, എന്നിട്ട് ഇവിടത്തെ സംസ്കാരവുമായിട്ട് ഇഴുകിച്ചേർന്ന് വസിച്ചിരുന്നവരാണ് ജൂതന്മാരെന്ന് പറയുന്നത്. തെക്കേ ഇന്ത്യയിലാകെ പ്രചാരമുണ്ടായിരുന്ന പ്രാദേശിക സംഘങ്ങളാണ് നാനാദേശികളും വളഞ്ചിയാർ എന്ന് പറയുന്നത്. നാനാദേശികളും വളഞ്ചിയാർ എന്ന് പറയുന്നത് തെക്കേ ഇന്ത്യയിലാകെ പ്രചാരമുണ്ടായിരുന്ന ഒരു പ്രാദേശിക സംഘങ്ങളാണ് കേട്ടോ. അതാരൊക്കെയാണ് നാനാദേശികളും വളഞ്ചിയർ എന്ന് പറയുന്നത്. ദേശാന്തര ബന്ധമുള്ള ഈ സംഘങ്ങളുടെ പിന്തുണ ഭരണാധികാരികൾ ഏറെ വിലമതിച്ചു. മധ്യകാല കേരളത്തിൽ പ്രധാന വരുമാന മാർഗം കച്ചവട ചുങ്കമായിരുന്നു കേട്ടോ. കച്ചവട ചുങ്കമായിരുന്നു മധ്യകാല കേരളത്തിലെ പ്രധാന വരുമാന മാർഗം എന്ന് പറയുന്നത്. ഇത് നമുക്ക് കേൾക്കുമ്പോൾ ഒന്ന് ബോറടി ആണെങ്കിലും നമ്മൾ ഒന്നിരുത്തി പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഈ സെക്ഷൻ എല്ലാം നന്നായിട്ട് പഠിച്ചു പോകും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഹിസ്റ്ററി തന്നെ എടുത്തത്. ഹിസ്റ്ററി നമ്മൾ ക്ലിയർ ചെയ്താൽ ബാക്കിയുള്ള സെക്ഷനൊക്കെ നമുക്ക് പഠിക്കാൻ ഒരു ഇൻട്രസ്റ്റ് തോന്നും. അപ്പൊ തുടക്കത്തിൽ നമ്മൾ കുറച്ച് പാടുള്ളത് പഠിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ കേട്ടോ. അപ്പൊ എന്തായാലും എനിക്ക് തോന്നുന്നു എൻ്റെ കൂടെ നിങ്ങൾ പഠിച്ചു വരണമെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഇത് ഫോളോ ചെയ്യാൻ പറ്റും. ഓക്കെ, അത് ഈ ഒരു വീഡിയോ ഇപ്പം മനസ്സിലായെങ്കിൽ നിങ്ങൾ വീണ്ടും ഇത് കേട്ട് നോക്കുക കേട്ടോ. കാരണം നമ്മൾ എന്തായാലും ഒരു ടെസ്റ്റ് വാങ്ങിച്ചിട്ട് സ്വന്തമായിട്ട് എന്തായാലും ആരും പഠിക്കില്ല, അത് ഉറപ്പാണ്. അപ്പോൾ ഇതുപോലെ ഒരു കമ്പൈൻ സ്റ്റഡി എന്നുള്ള രീതിയിൽ നിങ്ങൾ കണ്ടാൽ മതി. കൂടെ ഇരുന്ന് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇത് മനസ്സിലാകും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പം നമ്മൾ കച്ചവടത്തെക്കുറിച്ചും പഠിച്ചു കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ അങ്ങാടികളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. എന്താണ് അങ്ങാടികൾ? വ്യാപാരത്തിന്റെ ഭാഗമായി പുതുതായി അങ്ങാടികളും കമ്പോളങ്ങളും രൂപപ്പെട്ടു. അപ്പൊ ഈ ഒരു വ്യാപാരത്തിന്റെ ഭാഗമായിട്ടാണ് പുതുതായിട്ട് ഈ അങ്ങാടികളും അതുപോലെ കമ്പോളങ്ങളും എല്ലാം രൂപപ്പെട്ടത്. ഗ്രാമങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന വിഭവങ്ങൾ വിൽപ്പനയ്ക്കായി അങ്ങാടിയിൽ എത്തിച്ചിരുന്നു കേട്ടോ. അപ്പൊ ഈ ഗ്രാമങ്ങളിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന ഈ ഒരു സാധനങ്ങളുണ്ടല്ലോ, ഇതെല്ലാം അങ്ങാടിയിലാണ് അവർ വിൽപ്പനയ്ക്കായിട്ട് എത്തിച്ചിരുന്നത്. അങ്ങാടികളുടെ വളർച്ച പ്രാദേശിക കച്ചവടം ശക്തിപ്പെടുത്തുന്നതിന് സഹായമായി. അപ്പൊ ഈ അങ്ങാടികളുടെ വളർച്ച എന്ന് പറഞ്ഞാൽ ഈ ലോക്കൽ ആളുകളുടെ അവരുടെ ഈ കച്ചവടം ശക്തിപ്പെടുത്താൻ സഹായമായി. മധ്യകാല കേരളത്തിലെ പ്രധാന അങ്ങാടികളാണ്, ഇനി അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. മധ്യകാല കേരളത്തിലെ പ്രധാന അങ്ങാടികൾ എന്ന് പറയുന്നത് അനന്തപുരം, കൊല്ലം, കൊച്ചി, കോഴിക്കോട്, പന്തലായനി എന്ന സ്ഥലങ്ങളിലാണ് കേട്ടോ. അപ്പോൾ ഇവിടേക്കാണ് അനന്തപുരം, കൊല്ലം, കൊച്ചി, കോഴിക്കോട്, പന്തലായനി. ഈ ഭാഗങ്ങളെല്ലാം നമ്മൾ പഠിക്കണമെങ്കിൽ നമ്മുടെ സെക്രട്ടറി അസിസ്റ്റന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്കറിയാലോ ഡിഗ്രി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് സെക്രട്ടറി അസിസ്റ്റന്റ്. ഇനി ചോദിക്കാൻ ചിലപ്പോൾ അവർ നല്ല ടഫാക്കും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഏകദേശം നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഹെൽപ്പായിരിക്കും. ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞെങ്കിൽ സാധാരണ നമുക്ക് LDC വളരെ എളുപ്പത്തിൽ തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റും. LDSും LGS ഒക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം ഇത് നന്നായിട്ട് നിങ്ങൾ കൂടെ പഠിച്ചു തന്നെ പോകണം. ഓക്കെ, തുടക്കം ഞാൻ പറഞ്ഞു ടഫായിരിക്കും, പക്ഷെ നമ്മളൊന്ന് മനസ്സിരുത്തി പഠിക്കണം എന്നുള്ള ലക്ഷ്യമിട്ടാൽ നമുക്ക് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പം മധ്യകാല കേരളത്തിലെ പ്രധാന അങ്ങാടികളാണ് അനന്തപുരം, കൊല്ലം, കൊച്ചി, കോഴിക്കോട്, പന്തലായനി എന്ന് പറയുന്നത്. ഇനി മധ്യകാല കേരളത്തിലെ പ്രധാന തുറമുഖങ്ങൾ ഏതൊക്കെയാണ്? തുറമുഖങ്ങൾ എന്ന് പറയുമ്പോൾ കൊല്ലം, കൊച്ചി, കോഴിക്കോട്, വളപട്ടണമാണ് കേട്ടോ. കൊല്ലം, കൊച്ചി, കോഴിക്കോട്, വളപട്ടണമാണ് ഇവയാണ് പ്രധാന തുറമുഖങ്ങൾ.
പ്രാചീന കൃതികളിലും ഇത്തരം വ്യാപാരങ്ങളെക്കുറിച്ചും കച്ചവട സംഘങ്ങളെക്കുറിച്ചും വിശദീകരിക്കുന്നുണ്ട്. അത് നമുക്കറിയാലോ. പ്രാചീന കൃതികൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് പല കാര്യങ്ങൾ ആ കൃതിയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി കരവഴിയും കടൽ വഴിയും അങ്ങാടിയിലെത്തിയ ഉൽപ്പന്നങ്ങൾ വിവരിക്കുന്ന കൃതിയാണ് ഉണ്ണുനീലി സന്ദേശം. അപ്പോൾ ഉണ്ണുനീലി സന്ദേശം എന്ന് പറയുന്ന ആ കൃതിയിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്നത് കരവഴിയും കടൽ വഴിയും അങ്ങാടിയിലെത്തിയ ഉൽപ്പന്നങ്ങളെക്കുറിച്ച് ആ ഒരു കൃതിയിൽ പറയുന്നുണ്ട്. ഇനി മണിപ്രവാള കൃതിക്ക് ഉദാഹരണമാണ് ഉണ്ണിനീലി സന്ദേശം എന്ന് പറയുന്നത്. അപ്പൊ മണിപ്രവാളത്തിന് ഉദാഹരണം ഏതാണ്? ഉണ്ണിനീലി സന്ദേശം എന്ന് പറയുന്നത്. മധ്യകാലഘട്ടത്തിൽ സംസ്കൃതവും പഴയ മലയാള ഭാഷയും ചേർന്ന് രൂപം കൊണ്ട ഒരു ഭാഷാ ശൈലിയാണ് മണിപ്രവാളം എന്ന് പറയുന്നത്. ഇപ്പൊ മധ്യകാലഘട്ടത്തിൽ സംസ്കൃതവും അതുപോലെ പഴയ മലയാള ഭാഷയുടെ ചേർന്ന് രൂപം കൊണ്ട ഒരു ഭാഷാ ശൈലിയാണ് മണിപ്രവാളം എന്ന് പറയുന്നത്. ഇനി 15-ാം നൂറ്റാണ്ടിൽ കേരളത്തിലെത്തിയ ചൈനീസ് സഞ്ചാരിയാണ് ആര്? നമ്മുടെ മഹുവാൻ എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ ഒരുപാട് കേട്ട പേരുകളാണ്. അപ്പൊ ഇത് ഓർഡർ അനുസരിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് നന്നായിട്ട് അത് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഉണ്ണിനീലി സന്ദേശത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു. മണിപ്രവാള കൃതിക്ക് ഉദാഹരണമാണ് ഉണ്ണിനീലി സന്ദേശം എന്ന് പറഞ്ഞു. അതുപോലെ മധ്യകാലഘട്ടത്തിലെ സംസ്കൃതവും പഴയ മലയാള ഭാഷയും ചേർന്ന് രൂപം കൊണ്ട ഒരു ഭാഷാ ശൈലിയാണ് മണിപ്രവാളം എന്നതും പഠിച്ചു. ഇനി 15-ാം നൂറ്റാണ്ടിൽ കേരളത്തിലെത്തിയ ചൈനീസ് സഞ്ചാരി ആര് ചോദിച്ചത്? അത് മഹുവാനാണ് കേട്ടോ. അപ്പൊ ഇത്രയുമാണ് നമുക്ക് അങ്ങാടികളെ കുറിച്ച് പറയുന്നത്. പിന്നെ കോഴിക്കോട് തുറമുഖത്തെയും അവിടുത്തെ കച്ചവടത്തെയും കുറിച്ചുള്ള മഹുവാന്റെ വിവരണങ്ങളിൽ നിന്നും പറഞ്ഞ ഒരു കൃതി കൊടുത്തിട്ടുണ്ട്. അത് വേണ്ട, അത് ടെസ്റ്റ് ഉള്ളവർ ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മാത്രം മതി കേട്ടോ. അത് ഇമ്പോർട്ടൻ്റ് ഇല്ല. ജസ്റ്റ് ഒന്ന് വായിക്കുക. ഇത് വായിക്കുന്നതിനോടൊപ്പം അതും കൂടെ ഒന്ന് വായിച്ചു പോകുക, അത്രയേ ഉള്ളൂ. വേറെ അതിൽ നിന്ന് പ്രത്യേകിച്ചൊന്നും ഇല്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അങ്ങാടികളെ കുറിച്ചും. അപ്പം ഈ ഒരു വീഡിയോ നല്ല ലെന്തി ആയി പോകുന്നുണ്ട്. ഞാനിത് 10-15 അല്ലെങ്കിൽ അരമണിക്കൂറിന്റെ വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. അഥവാ നിങ്ങൾക്ക് ലെന്തി ആയിട്ടുള്ള വീഡിയോ വേണമെങ്കിൽ അതൊന്ന് കമന്റ് സെക്ഷനിൽ പറയണം കേട്ടോ. കാരണം നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ഞാൻ വീഡിയോ ചെയ്യാം. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ലെന്തി എടുത്ത് എന്തായാലും ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടില്ല. ഞാൻ പതുക്കെ പോകുന്നതെന്ന് വെച്ചാൽ നമുക്കത് മനസ്സിലാക്കി പഠിക്കണം. ഹിസ്റ്ററി ആണ്, കുറച്ച് പാടാണ്. അപ്പം എല്ലാം കൂടെ ഒരുമിച്ചിട്ട് പഠിക്കാൻ നിന്ന് നമുക്ക് ദഹിക്കില്ല. എന്തായാലും ഞാൻ മാക്സിമം ഒരു ദിവസം തന്നെ ഒരു 2-3 സെക്ഷനായിട്ട് വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. അപ്പം വീഡിയോയുടെ ലെന്ത് ദൈർഘ്യം വേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. കുറേശ്ശെ നമ്മൾ പഠിച്ചു പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഓക്കെ, എന്തായാലും വരുന്ന പുതിയ ആൾക്കാരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ പ്ലേലിസ്റ്റിൽ ഇതിന് മുന്നത്തെ വീഡിയോസ് എല്ലാം സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്ത് ഇട്ടേക്കാം. അല്ലെങ്കിൽ ഇത് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടായിരിക്കും, അത് കണ്ട് വേണം ഈ ഒരു വീഡിയോ കാണാൻ. അപ്പോൾ തുടർച്ചയായിട്ട് നിങ്ങൾക്ക് അത് ഫ്ലോ കിട്ടും. ഓക്കെ, അപ്പം നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് പെരുമാൾ കാലത്തെ വിദേശ വാണിജ്യമുണ്ട്. പിന്നെ ഭാഷ, സാഹിത്യം, കല, വിജ്ഞാനം, പിന്നെ കുറച്ച് അഡീഷണൽ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ശാസ്ത്രവും സാഹിത്യം ഒക്കെ പറയുമ്പോൾ നമ്മൾ കേരളത്തിലെ മധ്യകാലഘട്ടത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ഇവിടെ തന്നെ ഒന്ന് ഏകദേശം കംപ്ലീറ്റ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നല്ലൊരു കാര്യമാണ്. ഈ ടെസ്റ്റ് വളരെ ഹെൽപ്ഫുൾ ആണ്. നമുക്ക് ജസ്റ്റ് എല്ലാം കൂടെ ഒരുമിച്ചിരുന്ന് പഠിച്ചു പോകാൻ പറ്റുന്നുണ്ട്. അതായത് 6ാം ക്ലാസ്സിലെ കുട്ടി പഠിക്കുന്നതിനേക്കാളും എക്സ്ട്രാ പോയിന്റ്സ് ഇതിൽ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഡിഗ്രി ബേസ് ചെയ്തിട്ടുള്ളവർക്കും വളരെ ഹെൽപ്പായിരിക്കും കേട്ടോ. അപ്പം എല്ലാവരും വന്ന് കൂടെ ഇരുന്ന് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഹോപ്പ് യു ഗൈസ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ലെന്തി ആകുന്നത് കൊണ്ടാണ് ഞാൻ ഇവിടം കൊണ്ട് നിർത്തുന്നത്. എന്തായാലും നിങ്ങളുടെ കമന്റ് സെക്ഷനിൽ നിങ്ങളുടെ അഭിപ്രായം പറയുക. വീഡിയോ ഏതുവരെ പോകാം, 1 മണിക്കൂറാണെങ്കിൽ അങ്ങനെ ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് വീഡിയോ ചെയ്യാം കേട്ടോ. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ക്ലാസ്സുകൾ മനസ്സിലായെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തണം. കാരണം എനിക്ക് നിങ്ങളുമായിട്ടുള്ള ആ ഒരു റിലേഷൻ എന്ന് പറയുന്നത് ഈ ഒരു കമന്റ് ബോക്സിലൂടെയാണ് എനിക്ക് അറിയാൻ കഴിയുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ അഭിപ്രായം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ഓക്കെ.